നവകേരള സദസ്സിൻ്റെ കോട്ടയം ജില്ലയിലെ കോട്ടയം കേന്ദ്രത്തിലെ ഈ പരിപാടിയുടെ സദസ്സിൽ അധ്യക്ഷത വഹിക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി ബിന്ദു, എനിക്ക് മുന്നേ ഈ യോഗത്തിൽ സംസാരിച്ച കേരളത്തിൻ്റെ ആദരണീയനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, കേരളത്തിൻ്റെ കായിക ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാൻ, പ്രിയപ്പെട്ട MP-മാർ ജോസ് കെ മാണി, തോമസ് ചാഴികാടൻ, ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരാൻ പോകുന്ന ലോക മലയാളത്തിൻ്റെ അഭിമാനമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ ക്യാബിനറ്റ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 6:30 മണിക്ക് ശേഷം ചങ്ങനാശ്ശേരിയിലെ സദസ്സ് അവസാനിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞങ്ങളുടെ മന്ത്രിസഭയിലെ ബാക്കി എല്ലാ അംഗങ്ങളും ഏതാനും നേരങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. മുഖ്യമന്ത്രി എത്തിച്ചേരുന്ന കുറഞ്ഞ സമയത്തിനുള്ളിൽ നേരത്തെ 2 മന്ത്രിമാർ വിശദീകരിച്ചതുപോലെ നവകേരള സദസ്സിൻ്റെ പ്രാധാന്യത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ചെറിയ ചുമതല മാത്രമാണ് നിർവഹിക്കാനുള്ളത്. നവകേരള സദസ്സ് ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്തവരെ മുഴുവൻ ബഹിഷ്കരിച്ച് ബെഞ്ചമിൻ ബെയ്ലിയുടെ അച്ചുകൂടത്തിൻ്റെ അനുഭവവും പാരമ്പര്യവുമുള്ള ഈ കോട്ടയത്തിൻ്റെ അക്ഷര നഗരിയിൽ അക്ഷരാർത്ഥത്തിൽ കോട്ടയത്ത് നവകേരള സദസ്സിനോടൊപ്പമാണെന്ന് പ്രഖ്യാപിക്കാൻ വരുന്ന വിധത്തിൽ ഇരമ്പിയാർക്കുന്ന ഈ മനുഷ്യസാഗരത്തെ ഞാൻ ആദ്യമേ കേരള സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരു കാര്യം കോട്ടയത്തുകാർ പ്രഖ്യാപിച്ചു. കേരളത്തിലെ ഗവൺമെന്റിൻ്റെ ജനോപകാരപ്രദമായിട്ടുള്ള നടപടികൾ, നാളിതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത വികസനത്തിൻ്റെ പുതിയ പരിപ്രേക്ഷ്യം, രാജ്യത്ത് ഭരിക്കുന്ന ഗവൺമെന്റിനു ബദലായി കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൽ നടത്തുന്ന പരിഷ്കരണങ്ങൾ, 7.5 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൻ്റെ തലയ്ക്കുമീതെ പെയ്തിറങ്ങിയ ഒരു ദുരന്തത്തിനും 3.5 കോടി വരുന്ന മലയാളിയെ വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി, ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞവരെ ബഹിഷ്കരിച്ചൊത്തുചേർന്ന കോട്ടയത്തെ ഈ ജനാവലി പറയുന്നത് ആ ഇച്ഛാശക്തിയുടെ പിന്നാലെ ഞങ്ങളുണ്ട് എന്നാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു, കേരളത്തിലെ ഗവൺമെന്റിനെ, കേരളത്തിന്റെ 3.5 കോടി വരുന്ന ജനങ്ങളെ ഒറ്റപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ ആ 3.5 കോടി മലയാളിയും തങ്ങളുടെ ഭാഗമാണെന്ന് തിരിച്ചറിയേണ്ട പ്രതിപക്ഷം എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 7.5 വർഷക്കാലമായി ആ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന വിധത്തിൽ അപമാനകരമായി മുന്നോട്ടു പോകുന്നതിൻ്റെ അനുഭവങ്ങൾ കേരളം കാണുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ജനകീയ സദസ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്? കേരളത്തിലെ ഗവൺമെന്റിലെ മന്ത്രിമാർക്ക് ഒരു ബുധനാഴ്ച യോഗം ചേർന്നപ്പോൾ മറ്റെല്ലാ പരിപാടികളും അവസാനിച്ചതുകൊണ്ട് ഇനി കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഒരു പര്യടനം നടത്തി കളയാം എന്ന് കരുതിയത് കൊണ്ടല്ല. ഇവിടെ ഏതാനും മിനിറ്റുകൾക്കകം ഒത്തുചേരാൻ പോകുന്നത് കേരളത്തിന്റെ മന്ത്രിസഭയാണ്. ഒരുപക്ഷെ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി അക്ഷര നഗരിയുടെ ഹൃദയഭാഗത്ത് 21 മന്ത്രിസഭാംഗങ്ങളും പൂർണ്ണമായി പങ്കെടുക്കുന്ന ഒരു ക്യാബിനറ്റ്, നിങ്ങളുടെ വീടിന്റെ വാതിലിൽ തട്ടി നിങ്ങളെ വിളിച്ചുണർത്തുന്ന ഒരു ക്യാബിനറ്റ് കോട്ടയത്ത് വരാൻ പോകുന്നു. എന്തിനു വേണ്ടി? കഴിഞ്ഞ നവംബർ 18-ാം തീയതി ആരംഭിച്ച് 9 ജില്ലകളെ പിന്നിടുന്ന കേരളത്തിന്റെ നവകേരള സദസ് ഒരു ലക്ഷ്യം കേരളത്തിലെ ജനങ്ങളോട് പറയുന്നുണ്ട്. ആ ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 20 അംഗങ്ങളടങ്ങുന്ന ക്യാബിനറ്റ് കേരളത്തിന്റെ യജമാനന്മാരല്ല എന്ന യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ പ്രചണ്ഡമായ രാഷ്ട്രീയ പ്രചാരവേലയിൽ 91 സീറ്റുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ 99 സീറ്റിലേക്ക് ഉയർത്തി നിങ്ങൾ തന്നെ കേരളത്തിന്റെ അധികാരത്തിലേക്ക് വരണമെന്ന ജനാധിപത്യ വിശ്വാസത്തിൽ പ്രഖ്യാപിച്ച മനുഷ്യരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ചുമതലയേൽപ്പിച്ച കേരളത്തിന്റെ നിയമസഭ തിരഞ്ഞെടുത്ത 21 പേരടങ്ങുന്ന ക്യാബിനറ്റ് അല്ല കേരളത്തിന്റെ യജമാനന്മാർ. കേരളത്തിന്റെ യഥാർത്ഥ യജമാനന്മാർ നിങ്ങളാണ്. 3.5 കോടി വരുന്ന കേരളത്തിലെ മലയാളികളാണ്. ആ യജമാനന്മാരുടെ മുമ്പിലേക്കാണ് കേരളത്തിന്റെ ക്യാബിനറ്റ് വരുന്നത്. എന്തുകൊണ്ട്? കേരളം കഴിഞ്ഞ 7.5 വർഷക്കാലമായി എടുത്ത വികസന പ്രവർത്തനങ്ങളെ എണ്ണി പറഞ്ഞ് സംസ്കാരത്തിന്റെ പോലും ബദലായി കേരളം അവതരിപ്പിക്കുന്ന നവകേരളത്തിന്റെ മുമ്പിലുണ്ടാകുന്ന തടസ്സങ്ങളെ യജമാനന്മാരായ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ പിന്തുണ ഏറ്റുവാങ്ങി കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള മഹാസമരത്തിന് നേതൃത്വം നൽകണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നവകേരളം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച ഗവൺമെന്റിന്റെ സങ്കല്പങ്ങൾ, നിങ്ങളുടെ ആശയങ്ങൾ പറഞ്ഞും കേട്ടും കേരളത്തിലെ ഒരു ജനാധിപത്യ ചരിത്രം ഉണ്ടാവുകയാണ്. ഇന്ത്യയിലോ ലോകത്തിലോ ഒരിടത്തും
ഒരു മന്ത്രിസഭ പൂർണ്ണമായി ജനങ്ങളെ നേരിൽ കണ്ടതിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടാകില്ല എന്ന് ഞങ്ങൾക്കറിയാം. കേരളത്തിലെ ഗവൺമെന്റിനോട് 57,603 കോടി രൂപ വിഹിതം നിഷേധിച്ച് UGC ഉൾപ്പെടെ നമ്മുടെ ഗ്രാമവികസനത്തിന്റെ ഗ്രാന്റ് ഉൾപ്പെടെ നെല്ലു സംഭരണത്തിന്റെ സഹായം ഉൾപ്പെടെ ദുരന്ത നിവാരണത്തിന്റെയും അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെയും ആരോഗ്യ വകുപ്പിന്റെയും സഹായങ്ങൾ ഉൾപ്പെടെ 5,535 കോടി രൂപ കൂടി തരാതിരുന്ന് കേരളത്തിന്റെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ കേന്ദ്ര ഗവൺമെന്റ് ബോധപൂർവം ശ്രമിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്തായിരുന്നു? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എത്രയേറെ പരിഷ്കരണങ്ങൾ, എത്രയേറെ പരിശ്രമങ്ങൾ കേരളത്തിലെ ഗവൺമെന്റിനെ ഞങ്ങൾ അവസാനത്തെ താഴുമിട്ട് പൂട്ടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചു. ഇവിടെ ED എല്ലാ ജില്ലകളിലും പര്യടനം നടത്തി. ഇവിടെ എൻഫോഴ്സ്മെന്റ് എല്ലാ വാതിലുകളും മുട്ടി. ഇവിടെ CBI അന്വേഷണത്തിന്റെ പുതിയ അപസർപ്പക കഥകൾ മെനഞ്ഞു. അവരെ സഹായിക്കുന്ന വലതുപക്ഷത്തിന്റെ കൂലിയെഴുത്തുകാരെഴുതി ഈ ഗവൺമെന്റിന് അന്ത്യശ്വാസം വരാൻ വേണ്ടി പോവുകയാണ്. CBIയും EDയും എൻഫോഴ്സ്മെന്റും എല്ലാം ചേർന്ന് കേരളത്തിലെ ഗവൺമെന്റിനെ, അതിന്റെ നേതാക്കളെ കഴുത്തു ഞെരിച്ചു കൊല്ലും. പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടെ പറയട്ടെ, കേരളം 7.5 വർഷക്കാലമായി ഭരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ കൈകൾ ശുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ഒരു ഏജൻസികൾക്കും കേരളത്തിലെ ഒരു മന്ത്രിയെ പോലും പിടിക്കാനായില്ല. അപ്പോൾ പിന്നെ ലക്ഷ്യമെന്താണ്? കേരളത്തെ തകർക്കാൻ, കേരളത്തിന് ലഭ്യമാകുന്ന നികുതി വിഹിതത്തിന്റെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ പല വിധത്തിലുള്ള ഉപാധികൾ ഉണ്ടാക്കുക. കേരളം അധികമായി അനാവശ്യമായി പണം ചെലവഴിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ, കേന്ദ്രത്തിന്റെ ആരോപണം. എന്തിന്റെ പേരിലാണ് കേരളം പണം ചെലവഴിക്കുന്നത്? 2018 അതിഭീകരമായിട്ടുള്ള പ്രളയ ദുരന്തത്തെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നില്ല. അക്ഷര നഗരിയെ ഏറ്റുവാങ്ങിയതാണ് ആ ദുരന്തം. തലയ്ക്കുമീതെ വിടാതെ നിന്നു പെയ്ത മഴ പുഴയെ വഴിമാറ്റി ഒഴുക്കിയപ്പോ, തോടിനെ വഴിമാറ്റി ഒഴുക്കിയപ്പോ, കടല് വെള്ളം സ്വീകരിക്കാതെ വന്നപ്പോ, കേരളം ഒരു നൂറ്റാണ്ടിനിടയിൽ കണ്ടിട്ടില്ലാത്ത അതിഭീകരമായ പ്രളയത്തിന് കേരളം സാക്ഷ്യം വഹിച്ചപ്പോ 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായി ഈ കൊച്ചു കേരളത്തിന്. എങ്ങനെ കേരളം തിരിച്ചു പിടിക്കും? എത്ര ബഡ്ജറ്റിലെ പണം കൊണ്ട് കേരളത്തെ തിരിച്ചു പിടിക്കാനാകും? 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടം. വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് നാടുകളിൽ മലയാളത്തിന്റെ നാടാണവന്റെ ചോരയും വിയർപ്പും കണ്ണീരും ഒഴുക്കി ആ നാടിനെ തിരിച്ചു പിടിച്ചത്, ആ നാട് രൂപവൽക്കരണം ചെയ്തത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണകൂടം ആദ്യ ദിവസം തന്നെ 300 കോടി രൂപയുടെ സഹായം പ്രഖ്യാപിച്ചു കേരളത്തിന്. 30,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായ കേരളത്തിന് 300 ഒരു കണക്കല്ല. പക്ഷേ കേരളത്തെ പുതുക്കി പണിയാൻ ഒരു കച്ചിത്തുരുമ്പിന്റെ സഹായം മഹാപ്രളയത്തിന്റെ നടുവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഭരണകൂടവും പറഞ്ഞു, ആ സഹായം കേരളത്തിന് കിട്ടാൻ അർഹതയില്ല. മറ്റൊരു രാജ്യം പണം കൊടുക്കുന്നതിനെ നിയമപരമായി ഞങ്ങൾ എതിർക്കുന്നു. കേരളം മനസ്സാന്നിധ്യം വിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി നേരിട്ട് പോയി പ്രധാനമന്ത്രിയെ കണ്ടു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ലോകമുള്ളിടത്ത സ്ഥലങ്ങളിലെല്ലാം മലയാളിയുണ്ട്. അവന്റെ ചെറിയ നിക്ഷേപങ്ങളിൽ സൂക്ഷിച്ചു വെച്ച ചില്ലറ തുട്ടുകൾ അവൻ ഈ കേരളത്തിന് സംഭാവന ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങളത് പോയി സ്വീകരിക്കാൻ അനുവദിക്കുമോ? പ്രധാനമന്ത്രി പറഞ്ഞു, ഒരു തടസ്സവുമില്ല, അതിൽ നിയമപരമായ പ്രശ്നമില്ല. പോകാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെ 17 മന്ത്രിമാർ ടിക്കറ്റ് എടുത്തു, വിസ എടുത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ പേഴ്സണൽ മന്ത്രാലയത്തിന് യാത്രാനുമതിക്ക് കത്തയച്ചു. അതത് രാജ്യങ്ങളിൽ അവിടുത്തെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ മലയാളികളുടെ യോഗങ്ങൾ വിളിച്ചു ചേർത്തു. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പേഴ്സണൽ മന്ത്രാലയം NOC ഒരു ടെക്നിക്കൽ പദവിയാണത്, ഒരു സാങ്കേതിക വകുപ്പാണത്. മന്ത്രിമാർ പോയാൽ കേന്ദ്രം അറിയണം, അതിനുവേണ്ടിയുള്ള ഒരു സാങ്കേതിക അനുമതി. പ്രിയപ്പെട്ടവരെ, ടിക്കറ്റും വിസയും എല്ലാം എടുത്ത് യോഗങ്ങൾ തീരുമാനിച്ചു കാത്തിരിക്കുമ്പോ, അങ്ങനെ പോകാൻ തീരുമാനിച്ചതിന്റെ 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി ഒഴികെ 16 മന്ത്രിമാരുടെയും യാത്രാനുമതി കേന്ദ്രം നിഷേധിച്ചു. എന്തായിരുന്നു കാരണം? പോകാൻ തീരുമാനിച്ച മന്ത്രിമാർ ഏതെങ്കിലും വലിയ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായവരാണോ? പോകാൻ തീരുമാനിച്ച മന്ത്രിമാർ കൊടും കുറ്റവാളികളാണോ? അവർ രാജ്യദ്രോഹികളാണോ? പിടികിട്ടാൻ പുള്ളികളാണോ? അന്യരാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കെതിരെ കലാപം സൃഷ്ടിക്കാൻ പോയവരാണോ? അല്ല. അവരുടെ യാത്രാനുമതി നിഷേധിക്കുമ്പോ കേന്ദ്ര ഗവൺമെന്റിന് ഒരു ലക്ഷ്യം മാത്രം, 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ കേരളം പുതുക്കി പണിയാതിരുന്നാൽ ഈ ഗവൺമെന്റിനെ ശപിക്കും കേരളത്തിലെ ജനങ്ങൾ. ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തിരഞ്ഞെടുപ്പിൽ വലിച്ചെറിയും. അതൊരവസരമാക്കാം. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം പറയണ്ടേ, ഈ 3.5 കോടി വരുന്ന മലയാളികൾ ഞങ്ങളുടെ കൂടിയാണ്.
വീട് നഷ്ടപ്പെട്ടവർ, ഭൂമി നഷ്ടപ്പെട്ടവർ, പള്ളിക്കൂടം നഷ്ടപ്പെട്ടവർ, സമ്പാദ്യങ്ങളില്ലാതായവർ ഞങ്ങളുടെ കൂടിയാണ്. അവർക്ക് ആവശ്യമായ സഹായം നിഷേധിച്ചാൽ ഇന്ദിരാഭവനിലെ KPCCയുടെ ആസ്ഥാന കേന്ദ്രത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു സർവമത പ്രാർത്ഥന പോലും നടന്നില്ല, ഒരു പ്രസ്താവന കൊണ്ട് എതിർത്തില്ല. എന്തായിരുന്നു ലക്ഷ്യം? ഈ ബഹിഷ്കരണം പോലെ കേരളത്തെ ഒറ്റപ്പെടുത്തുക. പിന്നീട് കേരളം പ്രഖ്യാപിച്ചു സാലറി ചലഞ്ച്. ആ സാലറി ചലഞ്ചും കേരളത്തിന് കൊടുക്കേണ്ടതില്ല എന്നാവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് ലോകത്തു പറഞ്ഞ ആദ്യത്തെ പ്രതിപക്ഷം. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു പ്രതീക്ഷ? ഈ കൊത്തൊഴുക്കിൽ കേരളം എല്ലാം നഷ്ടപ്പെട്ട അലയും, അതായിരുന്നല്ലോ പ്രതീക്ഷ. ഞങ്ങൾ അഭിമാനത്തോടെ പറയട്ടെ, സാധാരണ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായാൽ ആ നാടുകളിലെ മനുഷ്യർ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി എത്തിച്ചേരുന്നത് ഈ മലയാള ഭൂമിയിലാണ്. യാചകരെ പോലെ തകർന്നുപോയ ഞങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു തരണമെന്ന പ്രാർത്ഥനയോടെ, അപേക്ഷയോടെ, അഭ്യർത്ഥനയോടെ. പ്രിയപ്പെട്ടവരെ, 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ കേരളത്തെ കേന്ദ്രവും കേരളത്തിലെ പ്രതിപക്ഷവും ഒരുമിച്ചെതിർത്തു പണം കിട്ടാൻ, സഹായം ലഭ്യമാക്കാനുള്ള എല്ലാ വഴികളും അടച്ചിട്ടും 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ കേരളത്തിലെ 3.5 കോടി മലയാളിയെ അന്യ സംസ്ഥാനത്തേക്ക് പിച്ചതണ്ടാൻ വിടാത്ത ഗവൺമെന്റിന് ഇന്ത്യയിൽ ഒരു പേരേ ഉള്ളൂ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നല്ലേ? ആർക്കാ തർക്കം ഉണ്ടാവുക? ലോകത്തെ പിടിച്ചു കുലുക്കിയതാണ് കോവിഡ്. 64 ലക്ഷം പേർ മരണത്തെ വരിക്കേണ്ടി വന്നു. ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, അമേരിക്ക ലോകത്തിന്റെ സമ്പദ് ക്രമീകരണത്തിൽ 1ാമത്തെ രാജ്യം, ഏറ്റവും കൂടുതൽ ധനവാന്മാരുള്ള രാജ്യം, അമ്മമാർ മക്കളെ പൊന്നിന്റെ തലികയിലേക്ക് പെറ്റിടുന്ന നാട്, ലോകത്തിലെ ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ പവറിന്റെ രാഷ്ട്രീയ അധികാരമുള്ള കേന്ദ്രം. അമേരിക്കയിൽ 70 വയസ്സ് കഴിഞ്ഞാൽ 70 വയസ്സ് കഴിഞ്ഞവന്റെ മുഖത്തു നിന്നും മാസ്ക് ഊരി മാറ്റുന്ന അനുഭവം ഉണ്ടാവുക. 70 വയസ്സുകാരന്റെ മുഖത്തു നിന്നും മാസ്ക് ഊരി മാറ്റി അവന് മരണത്തിലേക്ക് സലാം പറഞ്ഞു വിട്ട അമേരിക്കയുടെ മുമ്പിൽ ആരോഗ്യ കേരളം എങ്ങനെയാണ് നിന്നത്? ഇവിടെ കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് 108 വയസ്സായ അമ്മൂമ്മ 3 കോവിഡിനെയും നേരിട്ടിട്ട് ഇപ്പോഴും 18 അടി താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി 1.5 വയസ്സുകാരി പേരക്കുട്ടിയെ കുളിപ്പിക്കുന്ന നാടായി കേരളം മാറിയത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നയിക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ടായത് കൊണ്ടല്ലേ? കോട്ടയത്തിന്റെ നഗരത്തിൽ ആശാ വർക്കർക്കൊരു മിസ്സടിച്ചാൽ 15 മിനിറ്റ് കൊണ്ട് 108 ആംബുലൻസ് വീടിന്റെ മുമ്പിൽ വന്നു നിൽക്കും. ചന്ദ്രനിലേക്ക് പോകാൻ ഇറങ്ങിയതാണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിൽ PP കിറ്റിട്ട് 2 പേര് വന്ന് കോവിഡ് രോഗിയുടെ വിരലിലൊന്നു തൊട്ടാൽ അതൊരു മാന്ത്രിക സ്പർശമാകും. രാവിലെ തേക്കാനുള്ള പേസ്റ്റും മുതൽ അർദ്ധരാത്രിക്ക് കിടന്നുറങ്ങുമ്പോ കൊതുകിനെ ഓടിക്കാനുള്ള മരുന്ന് വരെ സൗജന്യം. പരിചരിക്കാൻ നഴ്സ്, പരിശോധിക്കാൻ ഡോക്ടർ, നേരത്തിനു ഭക്ഷണം, ആവശ്യമായ വിശ്രമം. ലോകത്തിന്റെ മുമ്പിൽ കേരളം അടയാളപ്പെടുത്തിയില്ലേ? കേരളത്തിന് അതാണോ അനുഭവം? വിപ്ലവ സൂര്യൻ കേരളത്തിന്റെ സഖാവ് VSന്റെ 100ാമത് ജന്മദിനത്തിൽ ചില പത്രമാധ്യമങ്ങൾ എഴുതി അവസാനം PS അമ്മയെ കണ്ട ഓർമ്മയെ കുറിച്ച്. വസൂരിപ്പെരയിലെ ഓലക്കീറിന്റെ നടുവിലൂടെ തുറന്നുവെച്ച ചെറിയ ഓലക്കീറിനിടയിലൂടെ അമ്മയുടെ 2 കണ്ണുകൾ കണ്ടു തിരിച്ചു പോന്നു. അച്ഛന്റെ കൂട്ടത്തിൽ VSും VSന്റെ സഹോദരനും. അമ്മയെ അവസാനമായി കണ്ട ഓർമ്മയാണ്. ഒരു VS മാത്രമല്ല, 10,000-കണക്കിന് VSമാർ അവരമ്മയെ അവസാനമായി കണ്ടത് ഓലക്കീറിന്റെ നടുവിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വരാൻ ഇനി ഒരു 5 മിനിറ്റ് കൂടിയുണ്ട്. വരുമ്പോ പ്രത്യേകം നിങ്ങളോട് പറയും, അപ്പോൾ എഴുന്നേറ്റാൽ മതിയാകും എന്ന് ഞാൻ കരുതുന്നു. യഥാർത്ഥത്തിൽ ആ വസൂരിപ്പരകൾ ഉണ്ടായിരുന്ന നാട്, അച്ഛനോ അമ്മയ്ക്കോ വസൂരി പിടിച്ചാൽ വീട്ടിൽ കിടത്തി ചികിത്സിക്കാൻ പറ്റാതെ വസൂരിപ്പുരകളിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് ആ വസൂരിപ്പുരകളിൽ നിന്ന് അമ്മ മരിച്ച സമയമെത്ര എന്ന് കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ചിതകളിലേക്ക് അച്ഛനമ്മമാരുടെ മൃതശരീരം ആരാണെന്ന് വലിച്ചെറിഞ്ഞതെന്ന് പോലും അറിയാത്ത മക്കൾ ജീവിക്കേണ്ടി വന്ന വസൂരിപ്പരകളുടെ കേരളം. ആരോഗ്യ മേഖലയിൽ ലോകത്തുണ്ടായ കോവിഡിന്റെ മുമ്പിൽ അമേരിക്കയെ മാതൃകയാക്കി മാറ്റിയത് സാമൂഹികാരോഗ്യ നയം നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമായതുകൊണ്ടാണ്. പണം ചെലവഴിക്കും, അതൊരധിക സംഖ്യയാകില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു സാമൂഹിക ക്ഷേമ പെൻഷൻ. ചിലർ ചോദിക്കും, UDF ഉള്ള കാലത്ത് കൊടുത്തില്ലേ? കൊടുത്തു. ആർക്കാണ് സംശയം? UDF ഉള്ള കാലത്ത് കൊടുത്തു. 600 രൂപ 34 ലക്ഷം പേർക്ക്. അവസാനത്തെ 18 മാസം അത് കൊടുത്തുമില്ല. അവസാനത്തെ 18 മാസം അതൊന്ന് കിട്ടുമെന്ന് കരുതി വഴിയിലേക്ക് കണ്ണ് നട്ട് കാത്തിരുന്ന്
പേരക്കുട്ടിക്ക് ഒരു ഉടുപ്പ് മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം നടക്കാതെ ചിതകളിൽ എരിഞ്ഞുപോയ 10,000-കണക്കിന് അമ്മമാരുണ്ടായി ഈ കേരളത്തിൽ. 18 മാസം അവസാനം കൊടുത്തില്ല. 34 ലക്ഷം പേർക്ക് കൊടുത്ത കാലത്ത് 600 രൂപ വെച്ച് ചെലവഴിച്ച സംഖ്യ 9,011 കോടി. ഇത് കോട്ടയത്തൊരു മൈക്കും കുഴലും വെച്ച് പറയുന്നതല്ലല്ലോ. കേരളത്തിന്റെ കണക്ക് ബുക്കുകളിൽ രേഖപ്പെടുത്തി 9,011 കോടി രൂപ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പിണറായിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോ ആദ്യം തീരുമാനിച്ചത് 18 മാസക്കാലത്തെയും കുടിശ്ശിക കൊടുക്കാനാണ്. 18 മാസക്കാലത്തെ കുടിശ്ശിക കൊടുത്തു. 600 700 700 1000 1100 200 300 400 500 1600 രൂപ. 64 ലക്ഷം വരുന്ന 60 വയസ്സ് കൊടുക്കുന്ന കഴിഞ്ഞവർക്ക് കൊടുക്കുന്ന നാടിനൊരു പേരേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, അത് ഈ കേരളം എന്നാണ്. പണം ചെലവഴിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെലവഴിച്ച സംഖ്യ ആദ്യ ഗവൺമെന്റിൽ 35,154 കോടി, രണ്ടാം ഗവൺമെന്റിൽ 22,449 കോടി, 44 ലക്ഷം. ആകെ 57,603 കോടി 44 ലക്ഷം രൂപ. ആ 57,603 കോടി 44 ലക്ഷം രൂപ 64 ലക്ഷം സാമൂഹിക ക്ഷേമം ഏറ്റുവാങ്ങുന്ന 60 വയസ്സുകാർക്ക് കൊടുത്തു തീർത്തിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇതാ ബഹുമാനപ്പെട്ട ആരാധ്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിന്റെ ഭരണകൂടം കോട്ടയത്തെ ഈ അക്ഷര നഗരിയിൽ 10,000-കണക്കിന് ആളുകൾ ഒത്തുചേർന്ന മനുഷ്യസാഗരത്തിന്റെ മുമ്പിലേക്ക് അഭിമാനപൂർവ്വം കടന്നു വരുന്നത്. പണം ചെലവഴിക്കേണ്ടി വരും ഗവൺമെന്റിന്. ആ ചെലവഴിക്കൽ ഒരു അനാവശ്യ സംഖ്യയാണെന്ന് പറയാനാകുമോ? ആകില്ലല്ലോ. ആ സംഖ്യ കേരളത്തിന് വേണ്ടിയതാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ടവർക്ക് സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ചെലവഴിച്ച സംഖ്യ അനാവശ്യ ചെലവാണ് എന്ന് നിങ്ങൾ വാദിച്ചാൽ, കോവിഡ് കാലത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് മലയാളിയെ മരണത്തിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചത് ഒരു അനാവശ്യ ചെലവാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ കേരളത്തെ പിച്ചതണ്ടാൻ വിടാതെ സംരക്ഷിച്ചത് ഒരു അനാവശ്യ ചെലവാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുതുമോടിയോടെ നിൽക്കുന്ന വിധത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് ചെലവഴിച്ച സംഖ്യ ഒരു അനാവശ്യ സംഖ്യയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ, എല്ലാവർക്കും വെള്ളമെത്തിക്കാൻ, എല്ലാവർക്കും വൈദ്യുതി എത്തിക്കാൻ, എല്ലാവർക്കും വീട് പണിയാൻ കേരളത്തിലെ ഗവൺമെന്റ് ചെലവഴിച്ച സംഖ്യ ഒരു അനാവശ്യ ചെലവാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഒരു മടിയും ഞങ്ങൾക്കില്ല. ആ അനാവശ്യ ചെലവ് ഈ കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയുന്നിടത്തോളം കാലം ആ ചെലവുമായി, ആ വിഭാഗത്തെ സഹായിക്കാനുള്ള പ്രവർത്തനവുമായി കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകും. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി, ലോക മലയാളത്തിന്റെ അഭിമാനമായ ശ്രീ പിണറായി വിജയനും ഞങ്ങളുടെ മന്ത്രിസഭയിലെ മറ്റ് എല്ലാ അംഗങ്ങളും ഈ കോട്ടയത്തിന്റെ ഹൃദയഭൂമിയിൽ നൽകിയ ആവേശകരമായ സ്വീകരണത്തിന്, ആവേശകരമായ വരവേൽപ്പിന്, ആവേശകരമായ ഒത്തുചേരലിനെ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സഹപ്രവർത്തകരും ഇവിടേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേർന്നു. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേർന്നു. അതുകൊണ്ട് ഞാൻ ഇനി ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് പോകുന്നില്ല, ചുരുക്കുകയാണ്. നിങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും മന്ത്രിസഭാംഗങ്ങളെയും കാണാനുള്ള ആവേശത്തിന്റെ അലതല്ലലിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കവാടത്തിലൊരു ബസ് വന്നു നിന്നു. കവാടത്തിൽ നിന്ന ബസ്സിനെയാണ് കഴിഞ്ഞ കുറേ ദിവസമായി ആഡംബര ബസ് എന്ന് വിളിച്ച് കേരളത്തിലെ ചില പ്രത്യേക പക്ഷം അപമാനിക്കാൻ ശ്രമിച്ചത്. ആ ബസ്സൊന്ന് നോക്കാൻ എല്ലാവർക്കും അനുവാദമുണ്ട്, എത്ര സുരക്ഷയുണ്ടെങ്കിലും അനുവാദമുണ്ട്.
ആ ബസ്സിനകത്ത് പക്ഷേ ഇവർ പറഞ്ഞ നീന്തൽ കുളം ഇതുവരെ കാണാൻ അവസരമില്ലാതെ വന്ന ഒരു റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ഞാൻ, നിർഭാഗ്യവശാൽ. ഇവർ പറഞ്ഞ നീന്തൽ കുളം അതിൽ കാണാനില്ല. മുഖ്യമന്ത്രിക്ക് അടിയന്തര നേരത്ത് യാത്ര ചെയ്യാൻ പുറപ്പെടുന്ന ഹെലികോപ്റ്റർ അതിന്റെ പുറത്ത് കാണാനില്ല. അത് വന്നിറങ്ങാനുള്ള ഹെലിപാഡും അതിന്റെ പുറത്ത് കാണാനില്ല. കഴിഞ്ഞ 10-19 ദിവസമായി ഞങ്ങൾ 21 പേരും എത്ര തിരഞ്ഞിട്ടും മുഖ്യമന്ത്രിക്ക് കറങ്ങുന്ന കസേരയിൽ സുഖകരമായി വിശ്രമിക്കാൻ കഴിയുന്ന ക്യാബിനും ഞങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ക്യാബിനില്ലാത്ത, നീന്തൽക്കുളമില്ലാത്ത, ഹെലിപാഡ് കാണാത്ത കേരളത്തിലെ മന്ത്രിസഭയാകെ ലോക ചരിത്രത്തിൽ ആദ്യമായി 140 നിയോജക മണ്ഡലങ്ങളിലും അതിന്റെ യജമാനന്മാരെ തേടിയെത്തി നവകേരളത്തിന്റെ മുന്നോട്ടു പോക്കിനുണ്ടാകുന്ന തടസ്സങ്ങൾ അക്കമിട്ട് അടിവരയിട്ട് നിങ്ങളോട് സൂചിപ്പിച്ച് കേരളത്തെ നവകേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ചുമതല, നിങ്ങൾ ഏൽപ്പിച്ച ചുമതല നിർവഹിക്കാൻ നമുക്ക് ഒരുമിച്ചു നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ച് മുന്നോട്ടു പോകുന്ന ഈ സദസ്സിനെ ബഹിഷ്കരണം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമോ? ബഹിഷ്കരണം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്ന സദസ്സാണോ ഈ സദസ്സ്? ബഹിഷ്കരിക്കാൻ ഞങ്ങൾ ചെയ്ത കുറ്റമെന്താ? ബഹിഷ്കരണം ഒരു പ്രധാനപ്പെട്ട ആശയമായി കൊണ്ട് നടക്കുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷം. കേരളം എന്തെല്ലാം നേടുന്നുവോ അവിടെയെല്ലാം ബഹിഷ്കരണത്തിന്റെ വില കുറഞ്ഞ കോട്ടിട്ട് അവതരിച്ചാൽ അവർ ധരിക്കുന്നത് കേരളത്തിൽ ഈ ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കുന്ന വലിയ മുന്നേറ്റങ്ങളെ ഞങ്ങളുടെ ബഹിഷ്കരണം കൊണ്ട് ഇല്ലാതാക്കാമെന്നാണ്. കേരളത്തിന്റെ ചരിത്രം വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങളോട് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തിലെ ഗവൺമെന്റ് യോജിപ്പിന്റെ മതം ഉയർത്തിപ്പിടിക്കുന്ന ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റിന്റെ മതം യോജിപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നവകേരള സദസ്സ് തീരുമാനിച്ചപ്പോ ഈ സദസ്സിന്റെ അധ്യക്ഷയായി ഇപ്പൊ ഇരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദുവിന് പകരം എല്ലാ നിയോജക മണ്ഡലത്തിലും അതിന്റെ ചെയർമാനായി അധ്യക്ഷത വഹിച്ച് ഞങ്ങളോടൊപ്പം നിൽക്കേണ്ടത് ഞങ്ങളുടെ ഈ കേരളത്തിലെ ഓരോ മണ്ഡലവും തിരഞ്ഞെടുത്ത MLA-മാരാണ് എന്ന് പ്രഖ്യാപിച്ചത്. കുറ്റപത്രത്തിന്റെ സദസ്സ് അവതരിപ്പിക്കാൻ പോകുകയാണ് ചില ആളുകൾ. ഞങ്ങൾ അവരോട് ചോദിക്കുന്നത്, ഇനി കുറ്റപത്രത്തിന്റെ സദസ്സ് അവതരിപ്പിക്കാൻ ഒരു മൈക്കും കുഴലും വാടകയ്ക്ക് എടുക്കാൻ നിങ്ങൾ പോണോ? ഇതിന്റെ 10-11 ആള് വെച്ച് പോലും സംഘടിപ്പിക്കാൻ പറ്റാത്ത ഈ സദസ്സിന് ഇനി ഒരു മൈക്കും കുഴലും വാടകയ്ക്ക് എടുക്കാൻ പോണോ? സദസ്സ് ഇവിടെ അവതരിപ്പിക്കാമല്ലോ. ഇത് കേരളത്തിന്റെ, നവകേരളത്തിന്റെ സദസ്സാണ്. നിങ്ങൾക്ക് പറയാനുള്ള ആക്ഷേപങ്ങൾ, അഭിപ്രായങ്ങൾ, ആവശ്യങ്ങൾ ഇവിടെ ഉന്നയിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞേ പോകൂ. ഞങ്ങൾ എല്ലാവരും അതിന് മറുപടി പറഞ്ഞേ പോകൂ. പക്ഷേ ഒരു സംവാദത്തിനാണ് സാധ്യതയെങ്കിൽ ആ സംവാദത്തിന് ഞങ്ങൾ എതിരു നിൽക്കില്ല. പിന്നെന്തുകൊണ്ടാണ് ഈ നവകേരള സദസ്സിനെ പ്രതിഷേധത്തിന്റെ ജ്വാലയാക്കി മാറ്റാൻ തീരുമാനിച്ചത്? 2018 അതിഭീകരമായ പ്രളയമുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി ആദ്യത്തെ യാത്ര വയനാട്ടിലേക്ക് അതിഭീകരമായ പ്രളയ ദുരന്തമുണ്ടായപ്പോ മാനന്തവാടിയിലെ ഹെലിപാഡിലേക്ക് മുഖ്യമന്ത്രി വരുമ്പോ മുഖ്യമന്ത്രിയോടൊപ്പം ആ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത് അവിടെ വന്നിറങ്ങാൻ മുഖ്യമന്ത്രി ക്ഷണിച്ചൊപ്പം കൊണ്ടുപോയത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയാണ്. യോജിപ്പായിരുന്നു ഞങ്ങളുടെ മതം. പക്ഷേ ആ ദുരന്തം ഭീകരമായപ്പോ ആ ദുരന്തത്തെ സഹായിക്കാനുള്ള പ്രവർത്തനത്തിൽ സർക്കാർ ഒരു മനുഷ്യനെ പോലെ എല്ലാവരെയും കൂട്ടിനിൽക്കുന്നു എന്ന് കണ്ടപ്പോ അതിന്റെ നേട്ടം കേരളത്തിലെ ഗവൺമെന്റിന് കിട്ടുമോ എന്ന് കണ്ട ഘട്ടത്തിൽ ഇതൊരു മേൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന് പ്രഖ്യാപിച്ചു. ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചു. ആ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ പിന്നിൽ നിന്ന് കുത്തി കേരളത്തിന് ലഭ്യമാകേണ്ട സഹായങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു. കോവിഡ് കാലത്ത് സർവകക്ഷി മുന്നേറ്റം ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോ ഇപ്പോ ഈ സദസ്സിനെ ഒറ്റപ്പെടുത്താൻ തീരുമാനിക്കപ്പെട്ടതുപോലെ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ അതിനെ മാറ്റി നിർത്താൻ നിങ്ങൾ തീരുമാനിച്ചു. ഇന്ത്യ രാജ്യത്ത് പൗരത്വ ബില്ല് അവതരിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ കേരളത്തിന്റെ നിയമസഭ ചെയ്ത മാതൃക എന്താ? കേരളത്തിന്റെ നിയമസഭയിലെ 140 അംഗങ്ങൾ അടങ്ങുന്ന സഭ കൂട്ടായി ചർച്ച ചെയ്തു, ഏകകണ്ഠമായി പിന്നെ തീരുമാനമെടുത്തു, ഇന്ത്യക്ക് മാതൃകയായ നടപടിയെടുത്തു. ഗവൺമെന്റ് ഏകപക്ഷീയതയിലല്ല, എല്ലാവരെയും കൂട്ടിയിണക്കുന്ന ഐക്യബോധത്തിൽ നിലനിൽക്കുന്ന ഗവൺമെന്റാണ്. കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ട കേരളീയം നവംബർ 1 മുതൽ 7 വരെ 4000-ലേറെ കലാകാരന്മാർ ഉൾപ്പെടെ 10,000-കണക്കിന് മനുഷ്യർ ഒത്തുചേർന്ന കേരളീയം കേരളത്തിന്റെ ഇതുവരെയുള്ള ഇതപര്യന്തമുള്ള ചരിത്രത്തിലെ അത്ഭുതകരമായ മാറ്റത്തിന് വഴിവെച്ച കേരളീയം വരുന്ന കാലത്ത് ഷാർജ ഫെസ്റ്റിവലൊക്കെ പോലെ ലോകം കാണുന്ന ഒരു ഇവന്റായി മാറുന്ന കേരളീയം. ആ കേരളീയത്തിന്റെ രക്ഷാധികാരികളായി മുൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി AK ആന്റണിയെയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെയും നിശ്ചയിച്ചവരാണ് ഞങ്ങൾ. കേരളത്തിലെ ഗവൺമെന്റിന്റെ ഏതെങ്കിലും വരുന്ന നേട്ടത്തിനല്ല,
ലോകത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ പിറവിദിനത്തിന്റെ ഒരാഴ്ചക്കാലം എന്താണ് കേരളമെന്ന് ലോകത്തിനോട് പറയാൻ, കേരളത്തിന്റെ അസാമാന്യമായ വിനോദസഞ്ചാര സാധ്യതകൾ, കലാ സാംസ്കാരിക അനുഭവങ്ങൾ, കേരളത്തിന്റെ പാരമ്പര്യം, കേരളത്തിന്റെ രുചിക്കൂട്ട്, കേരളത്തിലെ വ്യവസായ സംരംഭങ്ങൾ ലോകത്ത് മുഴുവൻ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ അതിനെ ബഹിഷ്കരിച്ചതിന്റെ കാര്യം എന്തായിരുന്നു? കേരളത്തിൽ അതിനെ ബഹിഷ്കരിക്കാൻ നിങ്ങൾ നിശ്ചയിച്ചപ്പോഴും നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് മണിശങ്കർ അയ്യർ 25 സെമിനാറുകളിൽ ഒന്നിൽ വന്ന് കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രവർത്തനത്തെ പുകഴ്ത്തി പ്രഖ്യാപിച്ചു കേരളത്തിൽ. കാരണം കേരളം ലോകത്തിന്റെ മുമ്പിൽ ഒരു പുതിയ അനുഭവം തീർക്കുകയായിരുന്നു. ലോകത്തെങ്ങുമുള്ള മലയാളി കേരളത്തിന്റെ വികസനത്തിന് വലിയ മാറ്റങ്ങളുടെ ശൃംഖല തീർത്തവരാണെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. പ്രവാസി ലോകം ലോകത്തെ മലയാളിയെ ജനകീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പരിഗണന നടത്തിയിട്ടുള്ളതാണ്. ആ പരിഗണന തിരിച്ചു പ്രവാസിക്ക് കൊടുക്കണം. പ്രവാസി ലോകത്തവന്റെ ചോരയും കണ്ണീരും വിയർപ്പും വീണതിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ, സമ്പാദ്യങ്ങൾ അവർ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന നാടാണ് ഈ കേരളം. കേരളത്തിന്റെ മാറ്റത്തിലേക്ക് പ്രവാസി ലോകം നടത്തിയ വലിയ പിന്തുണ കേരളത്തിലെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ പ്രവാസികളെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിനില്ലേ? ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിൽ ലോക കേരള സഭ എന്ന ആശയത്തിലേക്ക് ഞങ്ങൾ പോയത്. കേരളത്തിലെ ഗവൺമെന്റ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള പ്രവാസികളായ മനുഷ്യരെ കൂട്ടി കേരളത്തിന്റെ നിയമസഭയ്ക്ക് ലോകത്തിന്റെ വലിപ്പമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ലോക കേരള സഭ രൂപീകരിക്കുന്നു. ഇന്ത്യയിൽ മറ്റൊരിടത്തും ആലോചിക്കാത്ത ആശയം. 140 അംഗങ്ങളുള്ള കേരളത്തിന്റെ നിയമസഭാംഗങ്ങൾക്ക് പുറമെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളുടെ പ്രതിനിധികൾ ഒത്തുചേരുന്ന ലോക കേരള സഭ ലോകത്തിന്റെ മുമ്പിൽ അഭിമാനമാണ്. ആ ലോക കേരള സഭയുടെ നായകൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ ആ ലോക കേരള സഭയുടെ കോ ചെയർമാനായി ഞങ്ങൾ നിർദ്ദേശിച്ചു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ. യോജിപ്പാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ മതം. നിങ്ങൾ കൂടിയിരിക്കണം. പ്രവാസികളെ ക്ഷണിക്കുന്നതിൽ, അവരുടെ അനുഭവങ്ങൾ അറിയുന്നതിൽ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിൽ, കേരളത്തിലേക്ക് അവരുടെ പുതിയ സംഭാവനകൾ ക്ഷണിക്കുന്നതിൽ കേരളം ഒറ്റക്കെട്ടായി നിൽക്കണം. കേരളത്തിന്റെ അഭ്യർത്ഥനയായിരുന്നു. ആ ലോക കേരള സഭയെ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ലോക കേരള സഭയിൽ എത്തിച്ചേർന്ന പ്രവാസി ലോകം കേരളത്തിലെ മനുഷ്യരോട് പറഞ്ഞു, നിങ്ങളെല്ലാം എത്തുമ്പോൾ, ഈ കേരളത്തിലെ ജനനേതാക്കൾ എത്തുമ്പോ പരവതാനി വിരിച്ച് സ്വീകരിച്ച് സ്നേഹം കൊണ്ട് പൊതിയുന്ന ഞങ്ങൾ അടിക്കുന്ന ഭക്ഷണത്തിന്റെ കണക്കു പറഞ്ഞൊറ്റപ്പെടുത്തിയതിന് പ്രവാസി ലോകം നിങ്ങളോട് പൊറുക്കില്ല. എന്തിനീ അപമാനത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോയി? പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഞങ്ങൾ പറയട്ടെ, ഈ ദുരിതത്തിൽ കേരളത്തെ ഒറ്റപ്പെടുത്തിയപ്പോ, ലോക കേരള സഭയിൽ നിങ്ങൾ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയപ്പോ, ലോകം മുഴുവൻ ഇനി വരാൻ പോകുന്ന കേരളീയത്തെ നിങ്ങൾ തർക്കിച്ചു പറഞ്ഞപ്പോ, നവകേരള സദസ്സിലേക്ക് ആള് വരേണ്ടതില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചപ്പോ കേരളത്തിലെ ഗവൺമെന്റ് തളർന്നില്ല, കേരളത്തിലെ ഗവൺമെന്റ് തകർന്നില്ല. നിങ്ങൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞ ഗവൺമെന്റിനെ എല്ലാ വിധത്തിലും ഒറ്റപ്പെടുത്തുമ്പോ 30,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായ കേരളത്തെ തിരിച്ചു പിടിക്കാൻ കഴിയാതെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും എന്ന് നിങ്ങൾ കോട്ട കെട്ടി സ്വപ്നം കണ്ടെങ്കിൽ അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു, 3.5 കോടി മലയാളി അവർക്ക് കൊടുത്ത മറുപടിയാണ്. നേരത്തെ 91 ആണെങ്കിൽ ഇനി 99ഓടെ നിങ്ങൾ തന്നെ ഭരിക്കണം എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു. ആ ജനങ്ങളെയാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോ കേരളത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ വാശിയോടെ നിൽക്കേണ്ട ചുമതലയില്ലേ കേരളത്തിലെ പ്രതിപക്ഷത്തിന്? അവരെന്താ ചെയ്യുന്നേ? ആഡംബര ബസ് മുതൽ ഇതുവരെ ഇറക്കി എല്ലാ തെറ്റായ അപസർപ്പക കഥകളെയും കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ് മുഖ്യമന്ത്രിയും 21 മന്ത്രിമാരും എത്തിച്ചേരുന്ന നവകേരള സദസ്സിൽ തങ്ങളുടെ പങ്കു നിർവഹിക്കാൻ 10,000-കണക്കിന് മനുഷ്യർ ഒത്തുചേർന്ന് വരുമ്പോ കേരളത്തിലേക്ക് വലിയ വിശ്വാസത്തോടെ എത്തിച്ചേരുന്ന ശബരിമല ഭക്തരായ മനുഷ്യരെ കേരളത്തിലേക്ക് വരാത്ത വിധം ഒറ്റപ്പെടുത്താൻ 57,603 കോടി രൂപ തരാത്ത കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഒരു പ്രമേയം പോലും പാസാക്കാത്ത പ്രതിപക്ഷം 18 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ എന്തേ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ശബരിമലയിലെ പ്രശ്നം പരിഹരിക്കാൻ എത്രയോ നേരത്തെ മുതൽ ആരംഭിച്ച നടപടികൾ, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് രാവിലെ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു.
220 കോടി രൂപയാണ് 7.5 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ ഗവൺമെന്റ് ശബരിമലയുടെ പ്രവർത്തനങ്ങളിൽ തീർത്ഥാടകരുടെ യാത്ര സുഗമമാക്കാൻ സംഘടിപ്പിച്ചത്. 5 മാസക്കാലം മുമ്പേ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗങ്ങൾ നടന്നു. എല്ലാ വിധത്തിലും ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ബോധപൂർവം പരിശ്രമിച്ചു. സാധാരണ നിലയിൽ ആദ്യം മുതൽ എത്തിച്ചേരേണ്ട ഭക്തർ തമിഴ്നാട്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ പ്രത്യേകമായ അവസ്ഥയിൽ, തെലങ്കാനയിലുണ്ടായ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകമായ അവസ്ഥയിൽ ഒരുമിച്ച് എത്തിച്ചേരുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഒരു മനസ്സുപോലെ നിൽക്കേണ്ടതാണ് കേരളത്തിന്റെ മനസ്സ്. ഗവൺമെന്റ് അതിനോടൊപ്പമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ നേരിട്ട് പോയി അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായം ചെയ്തുകൊണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ഒരുമിച്ചു നിന്ന് ഭക്തർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നു തന്നെ നിങ്ങൾ പറഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ ചുമതലപ്പെട്ട പ്രതിപക്ഷം നവകേരള സദസ്സിന്റെ ശോഭ കെടുത്താൻ നടത്തുന്ന വില കുറഞ്ഞ ശ്രമങ്ങൾ കേരളത്തിലേക്ക് എത്തിച്ചേരുന്ന ഭക്തരെ വഴിമാറ്റി വിടാനും കേരളത്തെ ഒറ്റപ്പെടുത്താനുള്ള നടപടികളുടെ കൂടി ഭാഗവുമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളം ലോകത്തിന്റെ മുമ്പിൽ രാഷ്ട്രീയ സാംസ്കാരിക ബദൽ അവതരിപ്പിച്ച നാടാണ്. കേന്ദ്ര ഗവൺമെന്റ് എല്ലാം വിറ്റുതുലയ്ക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ വിറ്റുതുലയ്ക്കപ്പെടാൻ നിങ്ങൾ മാറ്റിവെക്കുന്നതിനെ എല്ലാം സ്വീകരിക്കുക എന്ന നയം കേരളം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ ബദലാണ്. എല്ലാം നിങ്ങൾ വിൽക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റുതുലയ്ക്കുകയാണ്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റുതുലച്ചു മോഹരി വിറ്റും കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെതിരായ നടപടി സ്വീകരിക്കുകയാണ്. LIC പോലും വിൽപ്പനയ്ക്ക് വെക്കുകയാണ്. സാധാരണ ഞങ്ങൾ പറയാറുണ്ട്, ഈ തൃശൂർ ചിട്ടി കമ്പനികളുടെ കുറി കമ്പനികളുടെ നാടാണ്. ഒരുപാട് തരം കുറി കമ്പനികളുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ സ്ഥല മുതൽ ഉരുളിക്ക് വേണ്ടി കുറി നടത്തുന്നത് വരെ ചിട്ടി പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഇവിടെ നിന്ന് ഈ മഹനീയമായ പരിപാടിയിൽ മുഖ്യമന്ത്രിയെയും കണ്ട് ആവേശപൂർവ്വം തിരിച്ചു പോകുമ്പോൾ കോട്ടയത്തെ സെന്ററിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ നിൽക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് കാര്യമാസ്ത്രീയെ സഹായിക്കാനാണ് എന്നൊക്കെ പറഞ്ഞാലും എടുക്കുമ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥന എന്താ? ഇതിലെ സമാശ്വാസ സമ്മാനമല്ല, ബമ്പറു തന്നെ എന്നെ എനിക്കടിക്കണേ എന്നാണ്. ചിട്ടി കമ്പനിയിൽ ചേരുമ്പോൾ അത് ഉരുളി മുതൽ കോടിക്കണക്കിന് രൂപ സ്വലേ വരെ ഉണ്ടെങ്കിൽ നറുക്ക് എപ്പോഴെങ്കിലും അടിക്കണേ എന്നല്ല, ചെലവഴിക്കുന്ന സംഖ്യയ്ക്ക് ആദ്യത്തെ ആഴ്ച തന്നെ പ്രതിഫലം കിട്ടണേ എന്ന് കുരിശു വരച്ചും മെഴുകുതിരി കത്തിച്ചും ഭണ്ണാരത്തിൽ തുക നിക്ഷേപിച്ചും ദൈവത്തിനോട് അഭ്യർത്ഥിക്കുന്നവരാണ് മലയാളികൾ. മലയാളി പണം മുടക്കിയതിന്റെ പിറ്റേ ആഴ്ച തന്നെ തിരിച്ചു കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരേ ഒരു നിക്ഷേപം LICയിലാണ്. അതിൽ പണം നിക്ഷേപിച്ച് പിന്നത്തെ ആഴ്ച തന്നെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചാൽ ആളടിച്ചു പോകണം. അതുകൊണ്ട് അതുമാത്രം പ്രാർത്ഥിക്കാറില്ല. ആ LICയും വിൽക്കുകയാണ് കേരളത്തിൽ, ഇന്ത്യയിൽ. പ്രിയപ്പെട്ടവരെ, കോട്ടയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അവതരിപ്പിച്ച ബദൽ സംസ്കാരത്തിന്റെ വേദിയാണ്. ഇവിടെ കോട്ടയത്ത് നമ്മുടെ HNL അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചു. അത് വിൽക്കാൻ വേണ്ടി നടപടി സ്വീകരിച്ചു. കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു HNL വിൽക്കരുത്, വിലക്ക് മേടിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാണ്. സമ്മതിച്ചില്ല കേന്ദ്ര ഗവൺമെന്റ്. ഓപ്പൺ ടെൻഡറിൽ, ഓപ്പൺ ലേലത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം, അല്ലാതെ നിങ്ങൾക്ക് മാത്രമായ ഒരു പ്രത്യേകതയില്ല. HNL വിൽക്കാൻ ഓപ്പൺ ലേലത്തിലേക്ക് വെച്ചപ്പോ അടച്ചുപൂട്ടി വിൽപ്പനയ്ക്ക് വെച്ച HNLനെ ഏറ്റെടുത്ത് കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് ആക്കി മാറ്റി. പ്രിയപ്പെട്ടവർ, അഭിമാനത്തോടെ പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് പുറത്തിറങ്ങുന്ന 11 പത്രങ്ങളിലെ അച്ചടി നിരക്കുന്ന പേപ്പർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് KPPL എന്ന വിധത്തിൽ മാറിക്കഴിഞ്ഞ ഒരു ബദൽ സംസ്കാരം ഈ നാട്ടിൽ അവതരിപ്പിക്കുകയാണ് കേരളം. അതിദരിദ്രരെ കണ്ടെത്തുന്നത് മുതൽ കേരളത്തിൽ 2025 നവംബർ 1 പൂർത്തീകരിക്കുമ്പോൾ സൂര്യൻ എത്ര കടുപ്പത്തോടെ ഉയർത്തിയാലും അതിദരിദ്രരായ ഒരു മനുഷ്യനെയും കണ്ടെത്താൻ കഴിയാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റുമെന്ന് പ്രഖ്യാപിച്ചത് മുതൽ സാമൂഹിക ക്ഷേമ പെൻഷനുകളിലൂടെ, ആരോഗ്യ മേഖലയിലെ അസാമാന്യമായ സഹായ ഹസ്തങ്ങളിലൂടെ, വിദ്യാഭ്യാസ രംഗത്തെ പുതിയ കെട്ടിടങ്ങളിലൂടെ, കേരളത്തിലെ റോഡുകൾ ലോകത്തെ തോൽപ്പിക്കുന്ന വിധത്തിൽ BMBC നിലവാരത്തിലെ റോഡുകളുടെ രൂപീകരണത്തിലൂടെ, കാർഷിക മേഖലയിലെ നവനവങ്ങളായിട്ടുള്ള പരിഷ്കാരങ്ങളിലൂടെ, എല്ലാവർക്കും വീടെന്ന ലൈഫ് സങ്കല്പം നടപ്പിലാക്കിയതിലൂടെ കേരളത്തിലെ പൊതുവിപണിയിൽ വില പിടിച്ചു നിർത്താനുള്ള നടപടികൾ നടത്തുന്നതുൾപ്പെടെ കേരളത്തിലെ ജനകീയമായ നിരവധി പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോയി അതിദരിദ്രരെ മാറ്റുന്നത് മുതൽ രാജാവിന്റെ കാലത്ത് സ്വപ്നം കണ്ട് ഇതുവരെ പൂർത്തിയാകാത്ത
വിഴിഞ്ഞത്തെ തുറമുഖത്ത് ആദ്യം നങ്കൂരമിട്ട കപ്പലിന്റെ അഭിമാന ബോധം ഉൾപ്പെടെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ ബഹിഷ്കരണം കൊണ്ട് തകർക്കാം എന്ന് കരുതുന്നവർ തിരിച്ചറിയുക, വയനാടൻ ചുരമിറങ്ങി വരുന്ന തടിലോറി തടുക്കാൻ മസിലു പിടിച്ചു കൊടുത്ത തവളയുടെ ഗതികേടായിരിക്കും ആ ബഹിഷ്കരണ പക്ഷത്തിന് ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. വയനാടൻ ചുരം ഇറങ്ങിയിട്ട് വലിയ തടിലോറി വരിക. അപ്പൊ താമരശ്ശേരി വളവിലിരിക്കുന്ന തവളയ്ക്കൊരു സംശയം, എന്നോട് ചോദിക്കാതെ ഈ വണ്ടി അങ്ങ് വിടാൻ പാടുമോ? മസിലു പിടിച്ചു, എന്താ ഉണ്ടാകുക? കിളി പോലും അറിയില്ല. കേരളം എത്ര പ്രതിസന്ധികൾ, എത്ര തടസ്സങ്ങൾ, എത്ര ബഹിഷ്കരണങ്ങൾ, എത്ര അപസർപ്പക കഥകൾ, എത്ര ഭരണകൂട വിരുദ്ധത നിങ്ങൾ പ്രകടിപ്പിച്ചാലും കേരളത്തിലെ 3.5 കോടി വരുന്ന മലയാളിയെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് വികസനത്തിലെ പുതിയ പന്താവിലൂടെ നയിച്ച് നവകേരളം എന്ന സങ്കല്പത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ നിങ്ങളെന്ന ശക്തിയെ ചേർത്തു പിടിച്ചുകൊണ്ട് കേരളത്തിലെ പിണറായി ഗവൺമെന്റ് നിങ്ങളോടൊപ്പം നിന്ന് മുന്നോട്ട് പോകും എന്നുറപ്പ് നൽകിക്കൊണ്ട് ഇവിടെ ഒത്തുചേർന്ന ഈ മനുഷ്യ സാഗരത്തെ കേരള ഗവൺമെന്റിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.